ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് അക്ഷയയിലേക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫേസിൽ അബ്സോർബ് ആയതിനു ശേഷം വേണം നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചുമയും ജലദോഷം പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ അവിടുത്തെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എന്തായാലും നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോരുത് കേട്ടോ. അതിനുശേഷം ഞാൻ അത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ അറ്റം ഇതേപോലെ കേട്ടോ. അത് കാരണം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ ആണ് കേട്ടോ. നല്ല കിടലിനായിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ചുമയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ലല്ലോ. പക്ഷേ ഞാൻ ചെറുതായിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസീലർ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു സാധാ ഒരു ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ സ്റ്റെപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മേക്കപ്പ് അല്ലേ. അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണെഴുതാനുള്ള ഒരു എന്താ പറയുക, കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പനിയാന്നൊക്കെ ഉള്ളത് നാട്ടുകാരെ അറിയിക്കണ്ടല്ലോ. പിന്നെ ഞാൻ ഹെയർ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ ഒരു കാറ്റൊക്കെ ഉള്ള ടൈമല്ലേ. അപ്പോൾ ഈ സമയത്ത് കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം ഹെയർ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബാഗും കൂടി ഇടുന്നുണ്ട്. ഇത് മീഷോ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കിടലിനായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.